സ്നേഹമുള്ളവരെ, ദൈവത്തിന് മുൻപിൽ നമ്മുടെ നിയോഗങ്ങളെല്ലാം ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കൊറോണ വൈറസിൻ്റെ വ്യാപനം മൂലം വേദനിക്കുന്ന, രോഗത്തിലായിരിക്കുന്ന, അവരെ ശുശ്രൂഷിക്കുന്ന എല്ലാ മക്കളെയും ഈ ബലിയിൽ പ്രത്യേകം ഓർക്കാം. നമ്മുടെ കുടുംബങ്ങളെയും മക്കളെയും ജീവിത പങ്കാളിയെയും ഈ ഇടവക മുഴുവനെയും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രത്യേകമായ രീതിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ കൂടെ ഉണ്ടാകുവാൻ, നമ്മുടെ വഴികളിൽ പ്രകാശമാകുവാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ Kata
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കി സകലത്തിന്റെ നാഥായിലേക്കും കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴ്ത്തിന്നും ഞാൻ സകലേശാ തിരുനാമം വാഴ്ത്തിയിടും അനവരതം. അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടിരിക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാത്തിന്റെയും സൃഷ്ടാവാകും, സകലത്തിന്റെയും നാഥാ എന്നേക്കും. ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോൾ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകും. സകലത്തിന്റെയും നാഥാ എന്നേക്കും. Hare
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം സഹോദരനെ അനുഗ്രഹിക്കട്ടെ. അവിടുന്ന് പറഞ്ഞു, അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ മോചിപ്പിച്ചുകൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. നിനക്കായി ഒരു വിഗ്രഹവും ഉണ്ടാകരുത്. മുകളിൽ ആകാശത്തോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലെ ജലത്തിലോ ഉള്ള ഒന്നിനെയും പ്രതിമ ഉണ്ടാക്കരുത്. നീ അവയെ കുമ്പിട്ട് ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ എന്നെ വെറുക്കുന്നവരുടെ 3-4 തലമുറകൾ വരെ ഉള്ള മക്കളെ അവരുടെ പിതാക്കന്മാരുടെ ജന്മ മൂലം ശിക്ഷിക്കുന്ന അസഹിഷ്ണുവായ ദൈവമാണ്. എന്നാൽ എന്നെ സ്നേഹിക്കുകയും എന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരുടെ 1000 തലമുറ വരെ ഞാൻ കരുണ കാണിക്കും. നിന്റെ ദൈവമായ കർത്താവിന്റെ നാമം വൃഥാ ഉപയോഗിക്കരുത്. തന്റെ നാമം വൃഥാ ഉപയോഗിക്കുന്നവരെ കർത്താവ് ശിക്ഷിക്കാതെ വിട്ടയക്കുകയില്ല. നിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചതുപോലെ സാബത്ത് ആചരിക്കുക, വിശുദ്ധമായി കൊണ്ടാടുക. 6 ദിവസം അധ്വാനിക്കുകയും എല്ലാ ജോലികളും നിർവഹിക്കുകയും ചെയ്തു കൊള്ളുക. എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിന്റെ സാബത്താണ്. അന്ന് ഒരു ജോലിയും ചെയ്യരുത്. നീയും നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ കാളയോ കഴുതയോ മൃഗങ്ങളിൽ എന്തെങ്കിലുമോ നിന്റെ പട്ടണത്തിലുള്ള പരദേശിയോ ഒരു ജോലിയും ചെയ്യരുത്. നിന്നെപ്പോലെ തന്നെ നിന്റെ ദാസനും ദാസിയും ശ്രമിക്കട്ടെ. നീ ഈജിപ്തിൽ ദാസനായിരുന്നുവെന്നും നിന്റെ ദൈവമായ കർത്താവ് തന്റെ കരുത്തിന്റെ കരം നീട്ടി അവിടെ നിന്ന് നിന്നെ മോചിപ്പിച്ചു കൊണ്ടുവന്നെന്നും ഓർമ്മിക്കുക. അതുകൊണ്ട് സാബത്ത് ദിവസം ആചരിക്കുവാൻ അവിടുന്ന് നിന്നോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ദീർഘനാൾ ജീവിക്കുവാനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകുവാനും അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്ന പോലെ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം
സ്തുതിയുണ്ടാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവം, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിഞ്ഞതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും. മിശിഹ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ
വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ യേശുവേ, അധ്യായം 9 1 മുതലുള്ള തിരുവചനങ്ങൾ. ഈശോ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവനെ കണ്ടു. ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിക്കാൻ ആര് പാപം ചെയ്തു, ഇവനോ ഇവന്റെ മാതാപിതാക്കന്മാരോ? ഈശോ മറുപടി പറഞ്ഞു, ഇവനോ ഇവന്റെ മാതാപിതാക്കന്മാരോ പാപം ചെയ്തിട്ടല്ല, പ്രത്യുത ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. പകലായിരിക്കുവോളം എന്നെ അയച്ചതിന്റെ പ്രവൃത്തികൾ നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി. അവ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു, നീ പോയി സീലോഹ, അയക്കപ്പെട്ടവൻ എന്നർത്ഥം, കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. അയൽക്കാരൻ അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞു, ഇവൻ തന്നെയല്ലേ അവിടെ നിന്ന് ഭിക്ഷ യാചിച്ചിരുന്നത്? ചിലർ പറഞ്ഞു, ഇവൻ തന്നെ. മറ്റു ചിലർ പറഞ്ഞു, അല്ല, ഇവൻ അവനെ പോലെ ഇരിക്കുന്നു. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ തന്നെയാണ്. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, എങ്ങനെയാണ് നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത്? അവൻ മറുപടി പറഞ്ഞു, ഈശോ എന്നു പേരുള്ള ഒരു മനുഷ്യൻ ചെളിയുണ്ടാക്കി എൻ്റെ കണ്ണുകളിൽ പുരട്ടി. സീലോഹായി പോയി കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി എനിക്ക് കാഴ്ച ലഭിച്ചു. അവർ അവനോട് ചോദിച്ചു, അവൻ എവിടെ? എനിക്കറിഞ്ഞുകൂടാ എന്ന് അവൻ പറഞ്ഞു. അവർ അവനെ പുറത്താക്കിയെന്ന് ഈശോ കേട്ടു. അവനെ കണ്ടപ്പോൾ ഈശോ ചോദിച്ചു, നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുവോ? അവൻ ചോദിച്ചു, കർത്താവേ, ഞാൻ അവനെ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? ഈശോ അവനോട് പറഞ്ഞു, നീ അവനെ കണ്ടു കഴിഞ്ഞു. നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഈശോയെ പ്രണമിച്ചു. നമ്മുടെ കർത്താവായ യേശുവേ, യേശുവിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, സഹോദരി സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷത്തിലെ 9-ാം അധ്യായം അന്ധനെ സുഖപ്പെടുത്തുന്ന വചനഭാഗമാണ് സുവിശേഷത്തിൽ നമ്മൾ ശ്രമിക്കുക. അടയാളങ്ങളുടെ പുസ്തകത്തിലെ 6-ാമത്തെ അടയാളമാണ് ഈ അന്ധനെ സുഖപ്പെടുത്തുന്ന അത്ഭുതം. അടയാളങ്ങളുടെ പുസ്തകം എന്ന് വെച്ചാൽ അത്ഭുതങ്ങൾ ചിത്രീകരിക്കുന്നതിനെ പറയുന്നതാണ് അടയാളങ്ങൾ. യെശയ്യാ ദീർഘദർശി 9-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പ്രവചിക്കുക, അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചവരുടെ മേൽ പ്രകാശം ഉദിച്ചു. ഈശോയുടെ മനുഷ്യാവതാരത്തെക്കുറിച്ചുള്ള പ്രവചനമാണ്. ഈശോയുടെ മനുഷ്യാവതാരം ഒത്തിരി പേർക്ക് പ്രകാശമായി മാറും എന്നുള്ള തിരുവെഴുത്താണ് ഇവിടെ നിറവേറപ്പെടുക. അവിടുന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ തന്റെ ദൗത്യം ആരംഭിക്കുന്നതിന് മുമ്പ് പ്രവചിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്. സിനഗോഗിൽ പ്രവേശിച്ചതിന് ശേഷം യെശയ്യാ ദീർഘദർശിയുടെ പുസ്തകം എടുത്ത് വായിക്കുന്നത് ഇപ്രകാരമാണ്. കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് പിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന്റെ സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ വചനം വായിക്കുമ്പോൾ നമുക്കറിയാം, ഈശോയെ നമുക്കെല്ലാവരും ലോകത്തിന് മുഴുവൻ പ്രകാശമായി തന്നെ വെളിപ്പെട്ട് ലഭിക്കുകയാണ്. ഇവിടെ ഈ അന്ധനെ സുഖപ്പെടുത്തുന്ന ഭാഗത്തിൽ 2 തരം അന്ധതകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ വൈകല്യങ്ങളെ കുറിച്ച്. ശാരീരികമായ അന്ധത, ആത്മീയമായ അന്ധത. അവിടെ കൂടുതൽ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു, ശാരീരിക അന്ധതയുള്ള മനുഷ്യൻ ക്രിസ്തുവാകുന്ന ആത്മീയ പ്രകാശത്തിലേക്ക് കടന്നു വരാൻ കൂട്ടാക്കുന്ന സംഭവമാണ് അന്ധനെ സുഖപ്പെടുത്തുന്നത്.
എന്നാൽ ശാരീരിക കാഴ്ചയുള്ളവർ ക്രിസ്തുവിനെ നിഷേധിക്കുന്ന ആത്മീയ അന്ധതയിലേക്ക് മാറുന്നു. ഒരു ഭാഗത്ത് കാഴ്ചയുള്ളവർ ക്രിസ്തുവിനെ നിഷേധിക്കുന്നു, മറ്റൊരു ഭാഗത്ത് കാഴ്ച ഇല്ലാത്തവർ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു. ഈ വചനഭാഗത്തിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് നമ്മൾ കാണുന്ന കാഴ്ചയുള്ളവർ കാണാതിരിക്കുകയും കാഴ്ചയുള്ളവർ കാണുകയും ചെയ്യാൻ എന്ന ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ നമ്മൾ മുൻപോട്ടൊന്ന് മറിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, തന്നെ എറിയുവാൻ അവർ കല്ലുകൾ എടുത്തവരിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകുന്ന ഈശോയെ നമ്മൾ കാണുന്നു. അവിടെ ഒരു കൂട്ടം ജനങ്ങള് ഈശോയെ കണ്ടിട്ട് കല്ലെറിയാനായിട്ട് നോക്കുന്നു. പക്ഷേ ഇവിടെ ഈശോയെ കാണാത്ത ഒരു മനുഷ്യൻ ഈശോയുടെ അത്ഭുതം തിരിച്ചറിയുന്ന വലിയ സൗഖ്യദായകമായ വചനം. ഇന്നത്തെ സുവിശേഷം തുടങ്ങുന്ന ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഒരു ചോദ്യമാണ്. ഒരു ചോദ്യപ്രകാരമാണ്, ഇവൻ അന്ധനായിരുന്നത് ഇവന്റെ കുറ്റമാണോ, ഇവന്റെ പാപമാണോ, അതോ ഇവന്റെ മാതാപിതാക്കളുടെ പാപമാണോ? ഇത് വലിയൊരു പെശക് പിടിച്ച ചോദ്യമാണ്. മാതാപിതാക്കളുടെ പാപത്തിന്റെ ഫലമായി തലമുറകളോളം വന്നു നിൽക്കുന്ന ശിക്ഷ, അത് പലപ്പോഴും മനുഷ്യ മനസ്സിന് ഒത്തിരിയേറെ വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. ഇന്നത്തെ വചനത്തിൽ ആദ്യത്തെ വായനയിൽ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞു. പുറപ്പാടിന്റെ പുസ്തകത്തിലും സംഗീത പുസ്തകത്തിലും അതുപോലെ തന്നെ സങ്കീർത്തകനകളിലും ഒക്കെ നിർമ്മിച്ച് കാണുന്ന വചനങ്ങളിൽ നമുക്ക് പ്രഖ്യാപിച്ചു തരികയാണ്, ഇത് അങ്ങനെയല്ല. ഗലാത്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ കാണുന്നു 3-ാം അധ്യായം 13-ാം വാക്യം, ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. ക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷം ഇത്തരത്തിലുള്ള ശാപങ്ങൾ ഒന്നും ഇല്ല എന്നുള്ളതാണ് വസ്തുത. തലമുറകളോട് നിൽക്കുന്ന ശാപങ്ങൾ. പിന്നെ എന്തുകൊണ്ട് ഈ അന്ധത? നമുക്കറിയാം നീതിമാന്റെ സഹനത്തെക്കുറിച്ച്. ഒന്നാമതായിട്ട് ഞാൻ പ്രതിപാദിക്കുക ജോബിന്റെ സഹനം. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നതാണ്. ജോബിന്റെ പുസ്തകത്തിലെ ആദ്യത്തെ വചനങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജോബിനെ കുറിച്ച് ദൈവം തന്നെ പ്രഖ്യാപിക്കുന്നത് പ്രകാരമാണ്, അവനെ പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി ഭൂമുഖത്ത് ആരുമില്ല. ജോബിന്റെ ജീവിതം നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവന് ഒത്തിരിയേറെ സഹനമുണ്ടായി. എന്തുകൊണ്ടാണ് മനുഷ്യന് സഹനം വന്നത്? വീണ്ടും ഈശോയുടെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഈശോ ദൈവത്തിന്റെ മകനായതിന് പോലും കുരിശിൽ മരിച്ച് നമുക്ക് വേണ്ടി രക്ഷ നൽകുന്നു. കുരിശ് മരണം, പീഡന സ്ഥലം. അപ്പോഴും നമുക്ക് അവിടെയും മനസ്സിലാക്കുന്നു, പാപം ചെയ്യാതെയും സഹനങ്ങൾ ലഭിക്കുന്നു. പ്രിയമുള്ളവരെ, സഭാതല്യനായ പിതാവായ തെർത്തുല്യൻ ഇങ്ങനെ എഴുതി വയ്ക്കുന്നു, ഓരോ മനുഷ്യനും തൻ്റെതായ ഗത്സമനി ഉണ്ടാകാം. രക്തം ഉയർത്തേണ്ട വേളകൾ, മനസ്സിലാക്കാൻ പറ്റാത്ത യാഥാർത്ഥ്യങ്ങൾ, സ്വീകരിക്കേണ്ടി വരുന്ന ജീവിതരീതികൾ, അവിടെയൊക്കെ പെറുപെറുക്കുകയോ പൂർവികരെ ശപിക്കുകയോ പഠിക്കുകയോ ചെയ്യാതെ യേശുവിനെ പോലെ പറയാനാണ് അവിടുത്തെ ഇഷ്ടം, അവിടുത്തെ ഹിതം നിറവേറട്ടെ. പരിശുദ്ധ അമ്മയും അത് തന്നെയാണ് പറഞ്ഞത്. ഈ ആഴ്ചയിൽ നമ്മൾ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ ആഘോഷിച്ചു. അവിടെയും നമ്മൾ കാണുന്നു, ഗോതമ്പ് മണി നിലത്തുവിന് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെയധികം ഫലം കൊടുക്കുകയും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയെല്ലാം വെച്ച് നോക്കുമ്പോൾ അന്ധന്റെ ജീവിതത്തിലൂടെ ദൈവം നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും വലിയ സൗഖ്യദായകമായ വചനം, ഇതൊക്കെ ദൈവമഹത്വത്തിന് വേണ്ടിയുള്ളതാണ്. ഇന്നത്തെ കാലത്ത് ഒത്തിരിയേറെ മനുഷ്യർ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ എല്ലാവരും തന്നെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ദൈവം നമ്മോട് പറയുന്ന വചനത്തിലാണ് ഇവിടെ ദൈവമഹത്വം നിറവേറപ്പെടേണ്ടിയിരിക്കുന്നു. അന്ധന്റെ അത്ഭുതകരമായിട്ടുള്ള സൗഖ്യത്തോടു കൂടി അവിടെ തീരുന്നില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി എന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു വലിയ അർത്ഥം കൂടി അതിൽ കൊടുക്കുന്നുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന കർമ്മം, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ രക്ഷാകര ചെയ്തി. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന കർമ്മം, ക്രിസ്തുവിന്റെ രക്ഷാകര ചെയ്തി. അത്ഭുതം കൊണ്ട് അവിടെ തീരുന്നില്ല.
ഈ അത്ഭുതത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്ത് അന്ധൻ തിരിച്ചു വന്ന് വിശ്വസിക്കുന്ന ഭാഗം, അതിനുവേണ്ടിയാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുക. നമ്മുടെ ജീവിതത്തിലും ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് നീ ദൈവത്തിൻ്റെ പക്കലേക്ക് വന്ന് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ശിഷ്യനാക്കിയതാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധനെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഹനങ്ങളൊക്കെ ദൈവമകത്തിന് വേണ്ടിയുള്ളതാകാൻ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനോട് ചേർന്നതാകാൻ പ്രത്യേകമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മാവിൻ്റെ കൃപാവരങ്ങൾ ഞങ്ങളിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും സൗഖ്യത്തോടും നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷകനായ മിശിഹായേ, നിന്റെ ദിവ്യരക്തത്താൽ ജീവനെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടലത്താൽ പരിപോഷിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെ എതിർക്കുകയും നേരിടുന്നതിനും നിന്റെ ദൈവത്വം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവെടുത്ത് പങ്കാളികളാകുവാനുള്ള സന്മനസ്സ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ ആകർഷണങ്ങൾക്കൊത്ത് സത്യസഭയെ നയിക്കുവാൻ ഞങ്ങളുടെ വിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ പിതാധ്യക്ഷനായ മാർ സെബാസ്റ്റ്യൻ മെത്രാപ്പൊലീത്തായെയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. വിവിധ സഭകൾ തമ്മിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യ വിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയമിച്ച കർത്താവേ, സ്ത്രീഹന്മാരും പ്രവാചകന്മാരും ആവുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവവിളിക്കനുസൃതമായി സുവിശേഷ വില ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗ്ഗസൗഭാഗ്യത്തിനർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവരാജ്യത്തിന്റെ സാക്ഷികളായി തീർന്ന് മിശിഹായെ ലോകത്തെ അംഗീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്കുണ്ടാകുന്ന എതിർപ്പുകളെയും പ്രതിബന്ധങ്ങളെയും പ്രത്യാശയോടെ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച് കർത്താവേ, സഭയോട് ചേർന്ന് ഏകമനസ്സായി പ്രേക്ഷിത വേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും നിഷ്ഠയോടും കൂടി സഭയെ ശുശ്രൂഷ ചെയ്യുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും പ്രേക്ഷിതരംഗങ്ങളിൽ സേവനം അനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ ദൈവം, സകലത്തിന്റെയും നാഥായ ദൈവം കൃപാസന്ദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഥ കഴുകി കളയട്ടെ. നമ്മുടെ പാവങ്ങളെയും പരിചരിക്കുകയും ചെയ്യട്ടെ. ദൈവമേ
ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായ ഞങ്ങളെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. Sweet
നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണകൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാണ്. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്യമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചെയ്യപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ വിളിച്ചു കൊടുക്കും. എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെയും സാക്ഷികളുടെയും മക്കളുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രതിജനകമായി വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ നാമത്തിൽ വേർതിരിഞ്ഞോ എല്ലാ മരിച്ചവർക്ക് വേണ്ടി വ്യത്യാസമില്ലാതിരിക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടി ഇവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും ജീവിത പങ്കാളിക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ
നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ എല്ലാവരുടെയും അങ്ങയുടെ ദിസംപ്രീതികൾ നൽകിയ നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവന്റെയും സ്വന്തവുമായ കൃപയാൽ സംസാരമാക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും കർത്താവേ, എളിയൊരു ബലഹീനരും ക്ലേശിതമായ ദാസം നൽകിയ മാതൃകാ പരമ്പരാഗതമായി ശ്രമിച്ചു അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ നിൽക്കുന്നു. ഞങ്ങളുടെ നാമത്തിൽ രക്ഷകനുമായ യേശു മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും പ്രയോജനവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശ്ചിതരായി അതിർപ്പുറം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കൃപയായി അവർ നാമസ്തുതിയെ ആശീർവദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെയും പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയും നിന്നെ പ്രതിപത്തിലാവലംബിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാത്മകമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അങ്ങേ നിരന്തരം പ്രകടിപ്പിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അപരിരക്താൽ രക്ഷിക്കപ്പെട്ട സഭയെ സന്തോഷത്തോടെ പ്രത്യാശയോടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗ്ഗത്തിൽ നൽകിയത് ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ
സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകനെ അമൂല്യമായ സ്നേഹത്തിലെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അല്ലാതെ സരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരങ്ങൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, തിന്മകളും കലഹങ്ങളും ഒഴിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സ്തുതിയിൽ എപ്പോഴും നമ്മുടെ ഹൃദയം പ്രസന്നതലും നിഷ്ഠുരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെയും വരാമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, സുതനായ സർവ്വേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ അവന്റെ സൈന്യം ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാണ്, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും നമ്മെ ജീവിക്കുന്ന ഭാവിശംശയുടെ പകരം കൊടുത്ത കാലത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, സ്വർഗ്ഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭകളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ ഹൃദയം നിത്യജീവനും കാരണമാകട്ടെ. ും
വിശ്വാസങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളെ പ്രതിക്ക് കാരണമാകട്ടെ. ഞങ്ങളെ രാജാവായ മിശിഹായെ നീ ദാസന്റെയും സൃഷ്ടാവിന്റെയും സാദൃശ്യമാകുന്നു. നിന്നെ വിശ്വസ സകലരെയും കരളും കടകളും നിന്റെ ശ്രീത്വങ്ങളാൽ നിർമ്മാർജ്ജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മാതൃകയായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തിന് എതിരേൽക്കുവാനും സ്വർഗീയങ്ങളോട് നിന്നെ സ്നേഹിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ.